ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാ ദിവസവും ഇടുന്ന പോലത്തെ വീഡിയോ ഒന്നല്ല ട്ടോ. എല്ലാവരും പറയാറുണ്ട് മാറ്റി പിടിക്കാൻ. പക്ഷെ നമ്മൾ മാറ്റി പിടിച്ചതൊന്നല്ല. ഇന്ന് നമുക്ക് ഇത്തിരി തിരക്കുള്ള ദിവസമാണ് ട്ടോ. നമുക്ക് കുറച്ച് ദിവസമായിട്ട് തിരക്കാണ്. പക്ഷെ ഇന്ന് ഇത്തിരി കൂടുതൽ തിരക്കാണ് ട്ടോ. എത്ര തിരക്കുണ്ടെങ്കിലും ഉണ്ടല്ലോ, ആ സമയമാകുമ്പോ എനിക്ക് ആ വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്തായാലും ചായക്ക് പലഹാരം ഉണ്ടാക്കാണ്ട് പറ്റില്ല, എന്ന് പണിക്കാരുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇത്തിരി പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കലേ നടക്കുള്ളൂ. നമുക്ക് തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ്. കോഴിക്ക് ആൾക്കാരുണ്ടാവും, കടയിൽ ആളുണ്ടാവും. അതിന്റെ ഇടയിൽ നമ്മുടെ കടയൊന്ന് പൊളിച്ചിട്ടേക്കാണ്. അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടാ. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും റെഡിയാക്കി എടുക്കാനേ പറ്റുള്ളൂ. നമ്മളുടെ പണ്ടത്തെ റെസിപ്പി പോലെ വലിയ കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നും ഉണ്ടാക്കല് നടക്കില്ല. അപ്പൊ നമ്മളുടെ വിഭവത്തിന്റെ വലിയ കാര്യമായിട്ട് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നമ്മളിപ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അട ആയതുകൊണ്ടാണ് നമ്മൾ അട ഉണ്ടാക്കി എടുത്തത്. അട ഇപ്പൊ ആർക്കാ ഉണ്ടാക്കാൻ അറിയാത്ത, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റെസിപ്പി ഒന്നും പറയാത്തത്. ഇനി ആരും റെസിപ്പി ഒന്നും ചോദിച്ചു വരണ്ട. നമ്മള് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായതുകൊണ്ട് നാളേരം വരട്ടിയിട്ടൊന്നുമല്ല. കുറച്ച് പച്ച നാളേരത്തിൽ കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ശർക്കര പൊടിയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടാ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഒന്നും അല്ലെങ്കിലും ചായക്കുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതേ അമ്മ അത് ഏട്ടനും ആ ചേട്ടനൊക്കെ കൊണ്ടുപോയി കൊടുത്തു. നമ്മളുടെ ഇവിടെ എന്താ പണി നടക്കണേന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ? നമ്മുടെ ഇവിടെ എല്ലാ പ്രാവശ്യവും എന്നും പണി തന്നെയാണ് കേട്ടോ. കട കുറെ നാളെ നമ്മളിങ്ങനെ പൊളിച്ച് 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 ഇപ്പൊ ഇത്തിരിയും കൂടെ വലുതാക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ ആ മതിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളൊന്ന് തട്ടിക്കളഞ്ഞ് പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. എന്നാലും ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളുണ്ടല്ലോ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീടായാലും കടയായാലും അത് പൊളിച്ചു മാറ്റിയിട്ട് ഒന്നും കൂടെ വലുതാക്കാന്ന് പറയുമ്പോണ്ടല്ലേ ഇരട്ടി പണിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു മാറ്റി അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടേക്കാണ്. ഇനി അതൊക്കെ പണി കഴിഞ്ഞിട്ടൊന്ന് ഒതുക്കി ഉണ്ടാക്കണമെങ്കിൽ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അമ്മ പറയാ അകത്തേക്ക് നോക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരികയാണ്. എന്തായാലും നമ്മളുടെ ഈ കടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരണമെങ്കിൽ 2 ദിവസം പിടിക്കും. അപ്പത്തേക്ക് നിങ്ങൾ ഞങ്ങളെ മറന്നു പോയാലോ? അങ്ങനെ മറക്കുവോ നിങ്ങൾ ഞങ്ങളെ? എനിക്കറിയാന്നേ, എന്റെ കൂട്ടുകാർ എന്നെ മറക്കില്ലാന്ന്.